കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ പല വിധത്തിലുള്ള തഴപ്പായകളും കരകൗശല ഉൽപ്പന്നങ്ങളും വ്യാപകമായി ഉപയോഗത്തിലുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അരിപ്പായയും മെത്തപ്പായയും കാർഷികാവശ്യത്തിനുള്ള കൂറ്റൻ ചിക്കുപായയും നിർമ്മിക്കുന്ന അനേകം സ്ത്രീ തൊഴിലാളികളും ഉണ്ടായിരുന്നു. നാട്ടുചന്തകളിൽ തഴപ്പായ കച്ചവടവും വ്യാപകമായിരുന്ന കാലത്ത് പേരുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി തഴപ്പായ വ്യവസായത്തിന് കീർത്തി കേട്ടതായിരുന്നു. കൈതോലയറുത്ത് മുള്ളുപോന്തി വെള്ളത്തിൽ പുഴുങ്ങി ഉണക്കിയെടുത്താണ് ഇവയുടെ നിർമ്മാണം. എന്നാൽ കൈതകൾക്ക് മുള്ളുവേലികളും മതിലുകളും വിലക്ക് തീർത്തതും പ്ലാസ്റ്റിക് പായകളുടെ കടന്നുവരവും പുതുതലമുറ ഈ തൊഴിലിൽ നിന്ന് വിട്ടുനിന്നതും ഈ പരമ്പരാഗത കൈത്തൊഴിൽ നാമമാത്രമാക്കാൻ ഇടയാക്കി. നാട്ടിൻപുറത്തിൻ്റെ നന്മയുടെ ഭാഗമായ അപൂർവം സ്ത്രീകൾ മാത്രമാണ് ഈ തൊഴിലിൽ ഏർപ്പെട്ട് നിലനിർത്തുന്നത്. ഇത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി കുതിരപ്പന്തി സ്വദേശിയായ ശങ്കരിയമ്മ, വയസ്സ് 77. 2 പെൺമക്കളടക്കം 4 മക്കളും കൊച്ചുമക്കളുമുള്ള ഈ അമ്മയ്ക്ക് തഴപ്പായ നെയ്ത്ത് ഇന്നും ജീവനോപാധി തന്നെ. 10-ാം വയസ്സിൽ തുടങ്ങിയതാണ് ഈ തൊഴിൽ. അന്ന് പരാജകത്തെ ജീവിച്ചതായതുകൊണ്ട് 10 വർഷം മുതൽ ജോലി തുടങ്ങി. ഇപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് 77 വയസ്സുണ്ട്. ഇപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഇത് ചെയ്തില്ലെങ്കിൽ എനിക്ക് വിഷമമാണ്. ഈ രംഗത്തുള്ള മകൻ പ്രസന്നൻ്റെ കടയുടെ മുന്നിലിരുന്നാണ് വിധവയായ ശങ്കരിയമ്മ മെത്തപ്പായ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. തുമ്പുപായ വാങ്ങി അത് പൂർത്തിയാക്കി മോടികൂട്ടി വിൽപ്പനയ്ക്ക് നൽകുന്നുണ്ട്. ഡിമാൻഡുണ്ടെങ്കിലും പായ കിട്ടാനില്ലാത്ത അവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളതെന്ന് മകൻ പ്രസന്നൻ സാക്ഷ്യപ്പെടുത്തുന്നു. ചെയ്യാൻ ആളുകൾ പുതിയ തലമുറയൊന്നും പഠിക്കുന്നില്ല. ഇത് പഴയ തലമുറയുള്ളവർക്ക് ചെയ്യാനുള്ള ആനുകൂല്യങ്ങളൊന്നും സഹായങ്ങളോ ഒന്നും കിട്ടുന്നുമില്ല. കൈതകൾ നശിപ്പിക്കപ്പെട്ടതും പ്രധാന പ്രതിസന്ധി തന്നെ. ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് പായ നിർമ്മാണത്തിൽ വ്യാപൃതയായ ഈ അമ്മയുടെ പ്രാർത്ഥന ഇതാണ്: മരിക്കുന്നവരെ ഇത് ചെയ്യാൻ ഈശ്വരനാവത് തന്നാൽ മതിയെന്ന പ്രാർത്ഥന. കഴിഞ്ഞ 67 വർഷങ്ങളായി ഏറെ ഇഴയെടുപ്പത്തോടെ ദിനചര്യയായി തുടരുന്ന തഴപ്പായ നിർമ്മാണം ഇനിയും ഏറെക്കാലം തുടരാൻ ഇടവരട്ടെയെന്ന് നമുക്കും പ്രത്യാശിക്കാം. ഒപ്പം ഇത്തരം നാട്ടുകാഴ്ചകൾ അസ്തമിക്കാതിരിക്കട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രകൃതിക്കും മനുഷ്യാരോഗ്യത്തിനും ഹാനികരമായ പ്ലാസ്റ്റിക് പായയുടെ സ്ഥാനത്ത് നമ്മുടെ പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെ മഹത്വവും പ്രസക്തിയും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ശങ്കരിയമ്മയെ പോലെയുള്ളവർ. നീരജ് ലാലിനൊപ്പം കരുനാഗപ്പള്ളി തഴവായിൽ നിന്നും CJ വാഹിദ്, ദൂരദർശൻ ന്യൂസ്.